സമരം ശക്തമാക്കി ആശാവർക്കർമാർ. വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം ആരംഭിക്കും. സമരം ഇന്ന് 37ാം ദിവസത്തിലാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വ്യാഴാഴ്ച മുതൽ ആശാവർക്കർമാർ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാം ഘട്ട സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരാഹാര സത്യാഗ്രഹം എന്ന നിലയിലേക്ക് സമരത്തിൻ്റെ ഗതി മാറുന്നത്. അതായത് 3 പേർ വീതം ഒരു ദിവസം സത്യാഗ്രഹം ഇരിക്കും, ഒരു ദിവസം 3 പേർ എന്ന നിലയ്ക്കാണ് ഈ സത്യാഗ്രഹം നീങ്ങുന്നത്. അങ്ങനെ ഒരു അനിശ്ചിതകാലത്തേക്ക്, അതായത് ഈ രാപ്പകൽ സമരത്തോടൊപ്പം തന്നെ ഒരു അനിശ്ചിതകാലത്തേക്ക് സത്യാഗ്രഹവും നീട്ടിക്കൊണ്ടുപോകാനാണ് ഇപ്പോൾ സമരസമിതി ആലോചിക്കുന്നത്. അതിൻ്റെ ഈ വരുന്ന 20-ാം തീയതി, മാർച്ച് 20-ാം തീയതിയാണ് ഈ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കുവാൻ പോകുന്നത്. വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ ഈ ആശമാരുടെ സമരത്തിൽ, അല്ലെങ്കിൽ ആശമാർക്ക് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന നിലയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ സമരസമിതിയുമായും സമരപന്തൽ സന്ദർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു കൂട്ടം വനിതമാർ, അമ്മമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും സമരമിരിക്കുമ്പോൾ ആ സമരക്കാരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. അവർക്ക് വേണ്ട അടിയന്തരമായ നടപടികളൊന്നും സ്വീകരിക്കാതെ അവരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് സർക്കാരും CPM-ഉം അടക്കം ചെന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അങ്ങനെ വിമർശനങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതൊന്നും കൂട്ടാക്കാൻ തയ്യാറായതുമില്ല. സമരക്കാരെ അധിക്ഷേപിക്കുന്ന ആ നടപടി തുടരുകയും ചെയ്തു. എന്തായാലും സമരം അതിൻ്റെ ഒരു 3-ാം ഘട്ടം എന്ന നിലയിലേക്ക് കടക്കുകയാണ്. ആ 3-ാം ഘട്ട സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ രാപ്പകൽ സമരവേദിയിൽ തന്നെ സത്യാഗ്രഹം ഇരിക്കുവാൻ തന്നെയാണ് സമരസമിതിയുടെയും തീരുമാനം. ഈ വരുന്ന 20-ാം തീയതി മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ഉപരോധ സമരം നടത്തിയത്. ശക്തമായ രീതിയിൽ സർക്കാരിനൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. കാരണം സർക്കാർ നൽകുന്ന ഈ വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഈ സമരത്തെ തകർക്കുവാൻ വേണ്ടി ഈ ഉപരോധ സമരം തുടങ്ങിയ ദിവസം തന്നെ, അതായത് നിശ്ചയിച്ച ദിവസം തന്നെ മറ്റ് ആശമാർക്കായി ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ ആ പരിശീലന പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് കൂട്ടമായി പ്രവർത്തകർ ഈ സമരസ്ഥയിലേക്ക് പങ്കെടുക്കുകയും രാപ്പകൽ സമരസമിതിയുടെ ഒപ്പം നിൽക്കുന്ന ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വലിയൊരു കൂട്ടായ്മ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായി, ഈ സമരത്തിനുണ്ടാകുകയും ചെയ്തു. വലിയ ജനപിന്തുണ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സമരവേദി തന്നെയാണ് ഇവരുടെ ആശാവർക്കർമാരുടെ 3-ാം ഘട്ട സമരം ഉണ്ടാകുമെന്ന അറിയിപ്പും വന്നത്. എന്തായാലും സമരം തുടരുകയാണ്. രാപ്പകൽ സമരവും തുടരുന്നു. ഇന്ന് 37ാമത്തെ ദിവസം ആണ് രാപ്പകൽ സമരം കിടക്കുന്നത്. ഈ 37 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സമരം ശക്തമാക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നിരാഹാര സമരവും ആരംഭിക്കും. ദൃശ്യ.